ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ജൂനിയർ അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, അപ്പോൾ ആദ്യമായിട്ട് ഒരു അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഒരു ജൂനിയർ അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടി വരിക, നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് അറിഞ്ഞിട്ട് പോകേണ്ടത്, ഇങ്ങനെ എനിക്ക് ഒത്തിരി കമൻറ്റുകൾ എനിക്ക് വരാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ ജൂനിയർ അക്കൗണ്ടൻ്റ് ആയാലും അല്ലെങ്കിൽ നമ്മൾ ഒരു തുടക്കക്കാരനായിട്ടുള്ള അക്കൗണ്ടൻ്റ് ആണെങ്കിലും ഒരു ഫ്രഷർ അക്കൗണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മൾ പോകണം ജോലിക്ക്, അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്നാൽ പണി കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഒരു ബേസിക്സ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നർത്ഥം. ഒരു സ്ഥാപനത്തിലെ അക്കൗണ്ടന്റ് ജോലിക്ക് ചെല്ലുമ്പോൾ അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളുടെ ഡ്യൂട്ടീസ് ആയിട്ട് എന്തൊക്കെയാണ് വരിക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഒന്ന് ഹൈപ്പും കൂടി ചെയ്യണേ. നമുക്ക് കമൻറ്റിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് ഹൈപ്പ് കാണാൻ പറ്റും. അപ്പോൾ ആ ഹൈപ്പ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ വീഡിയോയ്ക്ക് കൂടുതലായിട്ട് വീഡിയോ പ്രൊമോട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടും. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഇമെയിൽ ചെയ്താൽ മതി. എൻ്റെ ഇമെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. ഇമെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ തരും. അപ്പോൾ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 month ആണ്. ടാലി നമ്മളെ ബേസിക് ടു അഡ്വാൻസ് ലെവൽ വരെയാണ് പഠിക്കുക. അപ്പോൾ നിങ്ങളൊരു കോമേഴ്സ് ആയിക്കോട്ടെ നോൺ കോമേഴ്സ് ആയിക്കോട്ടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടാലി പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എൻ്റെ ക്ലാസ്സിലെ ഭൂരിഭാഗം പേരും നോൺ കോമേഴ്സുകാരാണ്. അതിൽ അഡ്വക്കേറ്റ്സ് ഉണ്ട്, ബിടെക്കുകാരുണ്ട്, അതിലധികം പേരും ഗൾഫിലുള്ളവരാണ് താനും. അപ്പോൾ ടാലി പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കോമേഴ്സ് ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് പഠിച്ചെടുക്കാനും പറ്റും. അതായത് എൻ്റെ ഈ കോഴ്സിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ജൂനിയർ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഫ്രഷർ അക്കൗണ്ടന്റ് ജോലിയിലേക്ക് കയറുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകളെ കുറിച്ചിട്ടാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പാസ് പ്രോപ്പർ ജേണൽ എൻട്രീസ്. അതായത് നമ്മളുടെ സോഴ്സ് ഡോക്യുമെൻ്റ് വെച്ച് നമ്മൾ നല്ല രീതിയിൽ നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് സിസ്റ്റം നമ്മൾക്ക് നല്ല രീതിയിൽ ഒരു ഔട്ട്പുട്ട് നമുക്ക് തരുള്ളൂ. ഇന്നെല്ലാം നമ്മൾ സോഫ്റ്റ്വെയറിലാണല്ലോ ചെയ്യുക. പണ്ട് കാലത്ത് എല്ലാം നമ്മൾ മാനുവലി ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ എവിടെയും മാനുവലി എഴുതുന്നുണ്ടായിരിക്കില്ല, നമ്മൾ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ അക്കൗണ്ടിങ്ങിലായിട്ട് നമുക്കിപ്പോൾ അക്കൗണ്ടിങ് ഡീലിംഗ് സോഫ്റ്റ്വെയർ പറഞ്ഞാൽ ചിലപ്പോൾ ടാലി ആയിരിക്കാം, സോഹോ ബുക്സ് ആയിരിക്കാം. അപ്പോൾ ഏത് സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിലും അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സും അതിൻ്റെ ഇതും അല്ല. അപ്പോൾ ഏത് സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിലും അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ മൈൻഡിൽ അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്കത് സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾക്ക് പകർത്താൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, പ്രോപ്പറായി ജേണൽ എൻട്രി നമ്മൾ പാസ് ചെയ്തിരിക്കണം. അതായത് നമ്മളുടെ മുന്നിലേക്ക് വരുന്ന ബില്ലുകൾ വെറുതെ ചുമ്മാ അങ്ങോട്ട് അടിച്ചു വിടുകയല്ല ചെയ്യേണ്ടത്. ഒരു അക്കൗണ്ടൻ്റ് എന്താണ്, അതെല്ലാം പ്രോപ്പറായി ഫയൽ ചെയ്ത് വെക്കണം. അപ്പോൾ ഓരോന്നിനും ഓരോ ഫയലുകൾ ഉണ്ടായിരിക്കണം. പർച്ചേസിനൊരു ഫയല്, സെയിൽസിനൊരു ഫയല്, പേയ്മെൻറ്റ്, ബാങ്കിങ് ഡീറ്റെയിൽസ്, ഇതെല്ലാം പ്രോപ്പറായി ഫയൽ ചെയ്യണം. അല്ലെങ്കിൽ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞ് മറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഒരു ബില്ല് നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ നമ്മളെന്താണ് സോഫ്റ്റ്വെയറിലേക്ക് നമുക്ക് കയറ്റണം. അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ അപ്പോൾ നല്ല രീതിയിൽ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നല്ല രീതിയിലൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ടാലിയിൽ നമ്മൾക്ക് എങ്ങനെയാണ് ട്രാൻസാക്ഷനൊക്കെ ചെയ്യുക എന്നുള്ളത് നോക്കിയാലോ. ഇവിടെ നമുക്ക് ട്രാൻസാക്ഷൻസിൻ്റെ അടിയിൽ നമുക്ക് വൗച്ചർ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. ജസ്റ്റ് നമ്മളൊന്ന് ഇവിടെ വെച്ചിട്ട് V പ്രസ് ചെയ്താൽ മതി. ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഓരോ ലെറ്ററും അടിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട്സ് എല്ലാം നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് V അടിച്ചു. അപ്പോൾ V അടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് വൗച്ചറുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ബിസിനസ്സിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനും ഓരോരോ വൗച്ചറിലാണ് നമ്മൾ എൻട്രി ചെയ്യുക. അപ്പോൾ ബിസിനസ് പലതരം ബിസിനസ്സുകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ട്രേഡിംഗ് ആയിരിക്കാം, മാനുഫാക്ചറിങ് ആയിരിക്കാം, സർവീസ് ആയിരിക്കാം. പക്ഷേ ഈ വൗച്ചറുകളൊക്കെ എന്താണ്, കോമൺ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഓരോരോ വൗച്ചറുകളും അപ്പോൾ ഓരോരോ ഇടപാടുകളും എന്താണ്, ഓരോരോ വൗച്ചറുകളിലാണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ വൗച്ചർ എൻട്രി എങ്ങനെയാണ് നമ്മൾ ടാലിയിൽ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ബാങ്കിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷനുകൾ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ എടുക്കേണ്ടത്? കോൺട്ര. അതായത് ബാങ്കിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഏതിലാണ് ചെയ്യേണ്ടത്? F4 കോൺട്രയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ F4 പ്രസ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് കോൺട്ര എന്ന് പറഞ്ഞിട്ട് കാണും. അതായത് ബിസിനസ്സിൻ്റെ ക്യാഷ് എടുത്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുക, എല്ലാം നമ്മൾ എന്താണ് ഈ ഒരു കോൺട്ര വൗച്ചറിലൂടെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അതേപോലെ ഒരു ഇൻ്റർ ബാങ്കിങ് ട്രാൻസാക്ഷൻ നമ്മൾ ഈ കോൺട്രയിലൂടെയാണ് ചെയ്യുക. പെറ്റി ക്യാഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എൻട്രിയും എന്താണ്? ഈ ഒരു കോൺട്രയിലൂടെ തന്നെയാണ് ചെയ്യുക. നെക്സ്റ്റ് പറഞ്ഞാൽ എന്താണ്? പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിൽ നിന്ന് ക്യാഷോ ചെക്കോ പോയിട്ടുണ്ടെങ്കിൽ എന്താണ്? പേയ്മെൻറ്റിലാണ് എൻട്രി ചെയ്യേണ്ടത്. അത് 1 രൂപ പോയാലും 1 ലാക്ക് പോയാലും എന്താണ്? പേയ്മെൻറ്റിലാണ് എൻട്രി ചെയ്യേണ്ടത്. നമ്മളൊരു പാർട്ടിക്ക് ചെക്ക് കൊടുത്തു, സാലറി ചെക്കായിട്ട് കൊടുത്തു, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുത്തു. അപ്പോൾ ചെക്ക് വഴിയാണെങ്കിലും ക്യാഷ് വഴിയാണെങ്കിലും ഏതിൽ തന്നെയാണ് ചെയ്യുക? പേയ്മെൻറ്റ് വൗച്ചറിലൂടെയാണ് നമ്മൾ കാണിക്കുക. അടുത്തത് എന്താണ്? റെസിപ്റ്റ് ആണ്. F6 റെസിപ്റ്റ്. ബിസിനസ്സിലേക്ക് ക്യാഷോ ചെക്കോ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തിലാണ് ചെയ്യേണ്ടത്? റെസിപ്റ്റ് വൗച്ചറിലാണ് എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ റെസിപ്റ്റ് എടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ക്രെഡിറ്റ് ആണ് വന്ന് കിടക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മുകളിലെ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇതിപ്പോൾ ഡബിൾ എൻട്രിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഡബിൾ എൻട്രി അക്കൗണ്ടിങ് ആണ്, അതായത് ഒരു ഡെബിറ്റിന് കറസ്പോണ്ടിങ് ക്രെഡിറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇവിടെ മുകളിലെ അക്കൗണ്ട് സിംഗിൾ എൻട്രി മോഡിലായിരിക്കും ചിലപ്പോൾ അവിടെ ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതെങ്ങനെയാണ് മാറ്റുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് റൈറ്റ് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ചേഞ്ച് മോഡ് എന്ന് പറഞ്ഞിട്ട്. എച്ചിൻ്റെ അടിയിൽ ഡബിൾ ലൈൻ ആയതുകൊണ്ട് കൺട്രോളും ആ ലെറ്ററും കൂടിയിട്ടാണ് അടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കൺട്രോൾ എച്ച് അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് സിംഗിൾ എൻട്രി ആക്കിയിട്ട് നമുക്കിവിടെ മാറ്റാം. അപ്പോൾ ഇവിടെ കണ്ടു നമുക്ക് മുകളിലെ അക്കൗണ്ട്, താഴത്തെ പർട്ടിക്കുലേഴ്സ്. അപ്പോൾ ഈ രീതിക്ക് നമുക്ക് ചെയ്യാം. മുകളിലെ അക്കൗണ്ട് എന്നുള്ളത് ക്യാഷ്, ബാങ്ക്, പർട്ടിക്കുലേഴ്സ് നമ്മൾ എന്താണ് കൊടുത്തത് ഈ ഒരു രീതിക്കും ചെയ്യാം. പക്ഷേ നമ്മുടെ അക്കൗണ്ടിങ് പഠിച്ചിട്ടുള്ളവർ നമ്മൾ ഡബിൾ എൻട്രി മോഡ് സെലക്ട് ചെയ്യലാണ് കൂടുതൽ ബെറ്റർ. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെയാണ് പോകേണ്ടത്? ഇവിടെ ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഡബിൾ എൻട്രി ആക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ക്രെഡിറ്റ് ഡെബിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇനി ചിലപ്പോൾ ചില ആൾക്കാർ 2/2 ആണ് ചെയ്യുക. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് F12 അടിച്ചാൽ മതി. F12 അടിച്ചാൽ ഇവിടെ നമുക്ക് കാണിക്കും യൂസ് ക്രെഡിറ്റ് ഡെബിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് 2/2 ഡ്യൂറിങ് വൗച്ചർ എൻട്രി. ഇപ്പോൾ ക്രെഡിറ്റ് ഡെബിറ്റ് ആണ് ഇവിടെ കിടക്കുന്നത്. നിങ്ങൾക്ക് 2/2 വേണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നോ കൊടുത്താൽ മതി. നെക്സ്റ്റ് എന്താണ്? നമുക്ക് ജേണലാണ്. ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ചെയ്യാനാണ് ജേണൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സാലറി ബുക്ക് ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ടാവും. എന്താണ് സാലറി ബുക്ക് ചെയ്യുക? ഒരു മന്തിലെ സാലറി നമ്മുടെ പിറ്റത്തെ മാസമാണ് കൊടുക്കുള്ളൂ. അപ്പോൾ ആ മന്തിൽ നമ്മൾ എന്താണ്? സാലറി ടു സാലറി പേയബിൾ അങ്ങനെയുള്ള എൻട്രീസ് എല്ലാം നമ്മൾ എന്തിനാണ് ചെയ്യുക? ജേണൽ വൗച്ചറിലാണ് നമ്മൾ എൻട്രി ചെയ്യുക. അതേപോലെ ഇവിടെ നമ്മൾക്ക് F10 അതർ വൗച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഇതല്ലാതെയുള്ള ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതർ വൗച്ചേഴ്സ് ഉപയോഗിക്കുന്നത്. നമ്മൾ പർച്ചേസ് റിട്ടേൺ ഡെബിറ്റ് നോട്ടിൽ ചെയ്യും, സെയിൽസ് റിട്ടേൺ ക്രെഡിറ്റ് നോട്ടിൽ ചെയ്യും. ഇങ്ങനെയുള്ള എൻട്രീസൊക്കെയാണ് നമുക്ക് ഈ ഒരു മോഡിൽ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷനൊക്കെയാണ് നമ്മൾ ഈ അതർ വൗച്ചേഴ്സ് എടുത്തിട്ട് നമുക്ക് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഈ ജേണൽ എൻട്രി ചെയ്യാൻ നമ്മൾ നല്ല രീതിക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോ ട്രാൻസാക്ഷനും ഓരോരോ വൗച്ചറുകളിലാണ് ചെയ്യുക. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് അതിലെ ഡേറ്റും എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ട് നമ്മൾ അടിക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസ് ആണ്. ഇപ്പോൾ നമുക്ക് സെയിൽസ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് സെയിൽസ്, നമ്മുടെ ബിസിനസ്സിലെ സെയിൽസുകളാണ് ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് പാർട്ടീസ് അക്കൗണ്ട് നെയിം, നമ്മൾ ക്യാഷ് സെയിലാണെങ്കിലും ക്രെഡിറ്റ് സെയിലാണെങ്കിലും ബാങ്ക് സെയിലാണെങ്കിലും ഈ ഒരു സെയിൽസിൽ തന്നെയാണ് നമ്മൾ എൻട്രി ചെയ്യുക. അപ്പോൾ ക്രെഡിറ്റ് സെയിലാണെങ്കിൽ നമുക്ക് ഇവിടെ പാർട്ടിയുടെ പേര് നമുക്ക് ഇവിടെ പാർട്ടിയുടെ പേരായിട്ട് കൊടുക്കാം. സെയിൽസ് എടുത്തിട്ട് അവിടെ സെയിൽസ് കൊടുത്തു. അതേപോലെ ക്യാഷ് ആണ് വിചാരിക്കുക, പാർട്ടീസ് അക്കൗണ്ട് നെയിം ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ക്യാഷ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കത് ക്യാഷ് ആയിട്ടാണ് നമ്മളത് റെക്കോർഡ് ചെയ്യുക. അപ്പം നമ്മൾ വേറെ എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ബാങ്ക് വഴിയാണ്, ബാങ്കിലേക്കാണ് പൈസ കിട്ടണമെങ്കിൽ ഇവിടെ നമ്മൾക്ക് ബാങ്കായിട്ട് നമുക്കിവിടെ കാണിച്ചാൽ മതി. സെയിൽസ് എടുത്തതിൻ്റെ സെയിൽസ് കാണിച്ചു. ഇവിടെ നമുക്ക് നെയിം ഓഫ് ഐറ്റം ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഐറ്റമായിട്ട് കാണിക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഐറ്റം ഡീൽ ചെയ്യുന്നില്ല, നമ്മളൊരു സർവീസാണ് പ്രൊവൈഡ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾക്ക് മോഡ് ചേഞ്ച് ചെയ്യാം. ഇവിടെ നമുക്ക് ചേഞ്ച് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വീണ്ടും ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് അക്കൗണ്ടിങ് ഇൻവോയ്സ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഐറ്റം ഡീൽ ചെയ്യണില്ല. അപ്പോൾ ഇവിടെ നമുക്ക് അക്കൗണ്ടിങ് ഇൻവോയ്സാണ് വന്നത്. അപ്പോൾ ഇവിടെ പാർട്ടിയുടെ പേര് കൊടുക്കുക, പാർട്ടിക്കുലേഴ്സിൽ നമ്മൾ സെയിൽസ് കാണിക്കുക, എന്നിട്ട് അതിൻ്റെ എമൗണ്ട് കാണിക്കുക. കാരണം നമ്മൾ ഓരോ ഐറ്റം നമ്മൾ സ്പെസിഫിക് ആയിട്ട് അവിടെ കാണിക്കുന്നില്ല. അതേപോലെ എന്താണ് F9 പറഞ്ഞാൽ എന്താണ്? പർച്ചേസ് ആണ്. ഇതേപോലെ തന്നെയാണ് നമ്മൾ പാർട്ടീസ് അക്കൗണ്ട് നെയിം നമുക്ക് നമ്മൾ അപ്പം തന്നെ ക്യാഷ് കൊടുക്കുന്നുണ്ടെങ്കിൽ ക്യാഷ് ആയിട്ട് കാണിക്കാം. പർട്ടിക്കുലേഴ്സിൽ നമ്മൾ പർച്ചേസ് കാണിച്ചു. അപ്പോൾ ഇതും അക്കൗണ്ടിങ് ഇൻവോയ്സിലാണ്. ഇത് ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്തിട്ട് ഐറ്റം ഇൻവോയ്സ് ആക്കിയിട്ട് മാറ്റാം.
അതേപോലെ ഇവിടെ നമ്മൾക്ക് ഡേറ്റ് ഉണ്ട്, 2 ഡേറ്റ് ഉണ്ട്. ഇവിടെ ഉണ്ട് ഒരു ഡേറ്റ്, ഇവിടെ ഉണ്ട് ഒരു ഡേറ്റ്. ഈ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് പർച്ചേസിന്റെ ഇൻവോയ്സിലുള്ള ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അതേപോലെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ക്യാഷ് ബാലൻസ് നമ്മൾക്ക് ഡെയിലി നമ്മൾക്ക് കാണണം. അപ്പോൾ നമ്മൾ വൈകുന്നേരം പോകുന്ന സമയത്ത് നമ്മളുടെ ബുക്കിലുള്ള ക്യാഷ് ബാലൻസ് തന്നെ ആയിരിക്കണം നമ്മളുടെ ബിസിനസ്സിൻ്റെ ഡ്രോയിലുള്ള ക്യാഷും. അപ്പോൾ അത് മാച്ച് ചെയ്തിട്ട് മാത്രമാണ് നിങ്ങൾ വൈകിട്ട് ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടാലിയിൽ നമ്മൾക്ക് ക്യാഷ് ബാലൻസ് കണ്ടെത്തുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ എളുപ്പമാണ്, സോഫ്റ്റ്വെയർ ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ മുകളിൽ ഗോ ടു, എല്ലാ റിപ്പോർട്ടും ഈ ഗോ ടുവിലുണ്ടായിരിക്കും. ഗോ ടു അടിച്ചു, ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു സെർച്ചിങ് ബാർ ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ CA എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്യാഷ് ഓർ ബാങ്ക് ബുക്ക് കിട്ടും. ഇവിടെ നമുക്ക് ക്യാഷ് ഓർ ബാങ്ക് ബുക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാഷിൻ്റെ ബാലൻസ് ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് ബാലൻസ്, അപ്പോൾ ഇതല്ലേ എന്നുള്ളത് നമ്മൾ നോക്കണം. എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യുക, ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാഷിൻ്റെ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് കണ്ടു. വീണ്ടും ഒന്നും കൂടി എൻ്റർ അടിച്ചാൽ നമുക്ക് മന്ത് വൈസ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് കിട്ടും. നമ്മളിവിടെ വെച്ചിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മളുടെ ഇതിൽ വന്നിട്ടില്ലേ എന്നുള്ളത് നമുക്ക് നോക്കണം. അതായത് ഇപ്പം നമുക്ക് ഇതിൻ്റെയൊക്കെ ബില്ലുകൾ വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് അർത്ഥം. സോഴ്സ് ഡോക്യുമെൻ്റ് ആയിട്ടുള്ള ബില്ലുകൾ ഉണ്ടായിരിക്കുമല്ലോ, വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിക്ക് ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ വീട്ടിലേക്ക് പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് എന്താണ് വ്യത്യാസം എന്നുള്ളത് മനസ്സിലാവില്ല. 2-3 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ എന്താണ് വന്നിട്ടുള്ളത്, കാരണം ചെറിയ ചെറിയ എമൗണ്ടുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വൈകിട്ട് ചായക്ക് വന്നു, വൈകിട്ട് സ്റ്റാഫുകൾക്ക് ചായ വന്നു, അപ്പോൾ പൈസ കൊടുത്തു, പക്ഷെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ എന്തായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക, ഫിസിക്കലി ക്യാഷ് കുറയും, പക്ഷേ നമ്മുടെ സിസ്റ്റത്തിനെ അത് ബാധിച്ചിട്ടുണ്ടായിരിക്കില്ല. പിറ്റേ ദിവസം വരുമ്പോൾ നമുക്കത് കണ്ടെത്താൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, ഡെയിലി നമ്മൾ എന്താണ് ബാങ്ക് റീകൺസിൽ നമ്മൾ ചെയ്തിരിക്കണം. അതായത് ബാങ്കുമായിട്ട് നമ്മൾ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക, റീകൺസിലിയേഷൻ ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മളത് 1 മാസമോ 2 മാസമോ 1 കൊല്ലമോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ റീകൺസിൽ ചെയ്ത് നമ്മളത് കറക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിത് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ഇന്നിപ്പോൾ റീകൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ പാടൊന്നുമില്ല. ഇപ്പോൾ ടാലി പ്രൈം ഇത് ലേറ്റസ്റ്റ് വേർഷനാണ്, 6 ആണ്. അപ്പോൾ 6-ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് റീകൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അതുമല്ല നമുക്ക് ടാലി നമ്മൾക്ക് നെറ്റ് ബാങ്കിങ് വഴി നമ്മൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും പറ്റും. അപ്പോൾ നമുക്ക് ഒറിജിനൽ ടാലി ആണെങ്കിൽ നമുക്ക് അതെല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ റീകൺസിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീകൺസിൽ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ മുകളിൽ ഗോ ടു അടിച്ചു, ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ CA എന്ന് അടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാഷ് ഓർ ബാങ്ക് ബുക്ക് വന്നു, ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് ബാങ്ക്, അപ്പോൾ എത്ര ബാങ്കുകൾ ഉണ്ടെങ്കിൽ അത്ര ബാങ്കുകളും നമ്മൾ റീകൺസിൽ ചെയ്യണം. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. നമുക്കിവിടെ ഫെഡറൽ ബാങ്കാണ് വന്നിരിക്കുന്നത്. ഒന്നും കൂടി നമ്മൾ എൻ്റർ അടിച്ചു, ഏത് മന്ത് ആണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് റൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും റീകൺസിൽ, Alt+R അടിച്ചാൽ മതി. ഇവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടു, ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കണ്ടു നമുക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്രീവിയസ് പീരീഡിലുണ്ട്, അതേപോലെ തന്നെ കറൻറ്റ് പീരീഡിലുണ്ട്. അപ്പോൾ ടോട്ടൽ 5 ട്രാൻസാക്ഷൻ ആണുള്ളത്. ഇവിടെ നമ്മൾക്ക് കാണാൻ പറ്റും വിഡ്രോവലും ഡിപ്പോസിറ്റും കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഇവിടെ മാനുവൽ റീകൺസിൽ ഉണ്ട്. ഇവിടെ മാനുവൽ റീകൺസിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് നമ്മൾക്ക് കമ്പയർ ചെയ്തിട്ട് നമുക്കിവിടെ ഡേറ്റ് അടിച്ചു കൊടുക്കാം. അതേപോലെ ഇവിടെ നമുക്ക് കാണിക്കും ബാലൻസ് ആസ് പെർ കമ്പനി ബുക്സ്, അതേപോലെ തന്നെ എക്സ്പെക്റ്റഡ് ബാങ്ക് ബാലൻസ് പറഞ്ഞിട്ട് നമുക്ക് ബാങ്ക് ബാലൻസ് എത്രയാണ് കിട്ടേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണിക്കും. അപ്പോൾ ഈ രീതിയിലേക്ക് നമുക്ക് റീകൺസിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് എന്താണ്, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എന്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്തത് കറക്റ്റ് ആണോ. അപ്പോൾ നമ്മളൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ടാലിയിലാകുമ്പോൾ എന്താണ് എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. അതായത് നമ്മൾ നല്ല രീതിക്ക് ജേണൽ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ റിപ്പോർട്ടുകളും ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. പക്ഷേ നമ്മൾ ക്രോസ് വെരിഫൈ ചെയ്യണം, എന്നാലേ തെറ്റുകൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ടാലിയിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുക, നമ്മൾ ജസ്റ്റ് എസ്കേപ്പ് ചെയ്ത് നമുക്ക് ഗേറ്റ് ഓഫ് ടാലിയിലേക്ക് വരാം. ഗേറ്റ് ഓഫ് ടാലിയിലെ എല്ലാ റിപ്പോർട്ടുകളും ഉണ്ട്. ഇവിടെ ഗേറ്റ് ഓഫ് ടാലി എടുത്താൽ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൊണ്ട് കാണിക്കും. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ നമ്മൾക്ക് കാണാൻ പറ്റും ഇവിടെ ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും. അപ്പോൾ നമുക്ക് ഇത് നമ്മൾക്ക് കറക്റ്റ് അല്ലേ എന്നുള്ളത് നമ്മൾ നോക്കണം. അതായത് നമ്മളുടെ ഓരോ ഡോക്യുമെൻറ്റ്സും സോഴ്സ് ഡോക്യുമെൻറ്റ് വെച്ച് നമ്മൾ വെരിഫൈ ചെയ്യണം. ഇപ്പോൾ
അപ്പോൾ പർച്ചേസിൻ്റെ ബില്ലുകൾ എടുത്ത് നോക്കുക, സെയിൽസ്, അതേപോലെ തന്നെ എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് നല്ല രീതിയിലല്ലേ വന്നിരിക്കണത്, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ നിങ്ങളുടെ മുകളിൽ ഒരു സീനിയർ അക്കൗണ്ടൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് എന്താണ് പ്രധാനമായും നിങ്ങൾ എന്താണ് പ്രോപ്പറായി ജേണൽ എൻട്രികൾ ചെയ്യലാണ് നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് നല്ല രീതിക്ക് അറിഞ്ഞിരിക്കണം. അതായത് ടാലി നല്ല രീതിയിൽ പഠിച്ചിട്ടെടുക്കണം എന്നർത്ഥം. അതിൽ ഓരോ റിപ്പോർട്ടുകളും എവിടെയാണ് കിടക്കുക എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അടുത്തത് പറഞ്ഞാൽ എന്താണ്, നമ്മൾക്ക് റിസീവബിൾസും പേയബിൾസും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിസിനസ്സിലേക്ക് കിട്ടാനുള്ളതും അതേപോലെ തന്നെ ബിസിനസ് കൊടുക്കാനുള്ള ആൾക്കാരും നമ്മൾ കണ്ടെത്തിയിരിക്കണം. അപ്പോൾ ആ കണക്കുകൾ ശരിയല്ലെങ്കിൽ എന്താണ്, നമ്മൾക്ക് ബിസിനസ്സിൽ നമ്മൾക്ക് എന്താണ് തെറ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ബിസിനസ് എത്ര കൊടുക്കാനുണ്ട്, ഏത് ബില്ലിലാണ് കൊടുക്കാനുള്ളത്, എന്നാണ് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞുവെങ്കിൽ എത്ര ദിവസം ഓവർ ഡ്യൂ ആയിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നാലേ നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ബിൽ വൈസ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൊടുക്കാനുള്ളതും അതേപോലെ തന്നെ എന്താണ് കിട്ടാനുള്ളതും പ്രോപ്പറായി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. എങ്ങനെയാണ് നമുക്ക് ടാലിയിൽ അതിൻ്റെ റിപ്പോർട്ടുകൾ എടുക്കുക, മുകളിൽ ഗോ ടു അടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. ഇവിടെ നമ്മൾക്ക് ബില്ല് റിസീവബിളും ബില്ല് പേയബിളും, ഇവിടെ ബില്ല് പേയബിൾ സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാനുള്ള ആൾക്കാരുടെ പേരുടെ കണ്ടു, ഡേറ്റ്, ബിൽ നമ്പർ, പാർട്ടിയുടെ പേര്. ഇത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണണം വിചാരിക്കുക. ഓൾട്ട് F1 അടിച്ചാൽ മതി. ഈ പാർട്ടിയായിട്ട് നടത്തിയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഇപ്പോൾ പെൻഡിങ് എമൗണ്ട് പറയുന്നത് 59,900 ആണ്. ഡ്യൂ ഡേറ്റും കാണിക്കും, അതേപോലെ ഓവർ ഡ്യൂ ഡേയ്സും കാണിക്കും. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പേയ്മെൻറ്റുകൾ കൊടുക്കാൻ. അപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് എപ്പോഴും എന്താണ് സ്റ്റേബിൾ ആയിരിക്കണം, അതായത് കറക്റ്റായി പേയ്മെൻറ്റുകൾ കൊടുത്തിരിക്കണം. എന്നാലേ നമ്മളുടെ ബിസിനസ് നല്ല രീതിക്ക് പോവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രാഫ് താഴത്തേക്കായിട്ടാണ് പോവുക. അപ്പോൾ അത് നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ നമ്മൾക്ക് എന്താണ്, നമ്മൾക്ക് ഇനി റിസീവബിൾസ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിലോ നമുക്ക് ഇവിടെ ബില്ല് റിസീവബിൾ ഇട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. കിട്ടാനുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് ആണ്. ഓൾട്ട് F1 അടിച്ചാൽ ഡീറ്റെയിൽഡ് കിട്ടും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ നല്ല രീതിക്ക് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ പറയുന്നത് എന്താണ്, നമ്മൾ ടാക്സുകളുടെ ഇൻവോയ്സുകളൊക്കെ നമുക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതായത് പർച്ചേസ് സെയിൽസും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ടാക്സുകൾ ഉണ്ടായിരിക്കുമല്ലോ. ഇന്ത്യയിലാണെങ്കിൽ GST, ഗൾഫിലാണെങ്കിൽ VAT അല്ലേ. അപ്പോൾ അതെല്ലാം നമ്മൾ പ്രോപ്പർ വേയിൽ നമ്മൾ പാസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾക്ക് GST നമ്മൾ ടാലിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് അതെല്ലാം അവിടെ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓരോ പർച്ചേസിൻ്റെ എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൽ ടാക്സുകളൊക്കെ വന്നിട്ടില്ലേ എന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ നോക്കണം. ഇപ്പം നമുക്ക് ഒരു പർച്ചേസിൻ്റെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ അതിലെ ടാക്സുകളൊക്കെ വന്നിട്ടില്ലേ. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് ടാക്സ് ആണ് വരിക, സെയിൽ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ടാക്സ് ആണ് വരിക. അപ്പോൾ അതിൻ്റെ എമൗണ്ടുകളൊക്കെ കറക്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ടാക്സ് ഓട്ടോമാറ്റിക്കായിട്ട് വരില്ല. അപ്പോൾ നമ്മൾ പർച്ചേസിൻ്റെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ടാക്സുകളുടെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലാണ് നമ്മൾക്ക് ഒരു ജൂനിയർ അക്കൗണ്ടൻ്റ് ആയിട്ട് നമ്മൾക്ക് നല്ല രീതിയിൽ നമ്മൾക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.